ഇതെന്റെ ഫസ്റ്റ് ലോങ് വ്ലോഗ് ആണ്. രാവിലെ തന്നെ ഫോണും സെൽഫി സ്റ്റിക്കൊക്കെ ആയിട്ട് ഞങ്ങളെ കണ്ടതും ഓട്ടോയിലെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യാണെന്ന് മനസ്സിലായതും പിന്നെ ചേട്ടൻ കുറച്ച് സ്റ്റൈലൊക്കെ ഇട്ട് വണ്ടി അങ്ങോട്ട് പറത്തി വിടാൻ തുടങ്ങി. അങ്ങനെ അതിസാഹസികമായ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് മക്കളെ കർണാടക ടൂറിസം കോർപ്പറേഷന്റെ സിറ്റി ടൂർ നടത്തുന്ന ഡബിൾ ഡക്കർ ബസ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതിലെ യാത്ര. ബസ് കണ്ടതും ഫുള്ള് ടൂറിസ്റ്റ് മൂഡ് ഓൺ ആയിട്ടുണ്ടായിരുന്നു. മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് കിടിലൻ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ബാംഗ്ലൂരിന്റെ പ്രത്യേക ഭംഗി എന്ന് പറയുന്നത് ഈ ചുറ്റും നിൽക്കുന്ന മരങ്ങളാണ്. ഈ മരങ്ങളുടെ ഇടയിലൂടെ നമുക്ക് കെട്ടിടങ്ങളും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. രാവിലെ ആയതുകൊണ്ട് ട്രാഫിക് കുറച്ച് കുറവായിരുന്നു. കർണാടകയുടെ ഭരണകേന്ദ്രമായ വിധാൻ സൗദയുടെ മുൻവശമാണ് കേട്ടോ ഇത്. എന്ത് ഭംഗിയാണല്ലേ. ഞാൻ കുറച്ചു നേരം നോക്കി നിന്നിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത്. നാളുകളായിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ് ഇതൊന്ന് കാണണമെന്ന്. അതെന്തായാലും ഇന്ന് സാധിച്ചു. അതിനുശേഷം സിറ്റിയുടെ ഒരു വശമൊക്കെ കറങ്ങി തിരിച്ചെത്തി. അപ്പോഴേക്കും വിശപ്പിന്റെ വിളി വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്തുള്ളൊരു കടയിൽ കയറി വയറ് നിറച്ച് പപ്സ് കഴിച്ചു. ഇനിയും നടക്കാനായിട്ട് കുറേ ഉണ്ട് കേട്ടോ. അടുത്തുള്ള കബ്ബൺ പാർക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ പപ്സിന്റെ കൂടെ ജ്യൂസും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലാണ് ആരോഗ്യം കിട്ടുള്ളൂ നടക്കാനുള്ളത്. നടന്നു പോകുമ്പോഴാണ് ഈ ഒരു ഇടവഴി കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അതും കൂടെ അങ്ങ് വീഡിയോയിൽ എടുത്തു കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ കബ്ബൺ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 300 ഏക്കർ വ്യാപിച്ച് കിടക്കുന്ന ഒരു നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് ആണ് കേട്ടോ ഇത്. പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ കുറേ കുട്ടികൾ ഇതുപോലെ സൈക്ലിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതിയെ ഈ വഴിയിലൂടെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ഇത് ഇവിടുത്തെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയാണ്. അതിന്റെ മുൻപിലായിട്ട് കുറേ ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇത് ലൈബ്രറിയുടെ ഒരു വശമാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് ഏതോ ഒരു വലിയ ഇൻഫ്ലുവൻസർ ആണെന്ന് കരുതി എല്ലാവരും വഴിയൊക്കെ മാറി തരുന്നുണ്ടായിരുന്നു. അയ്യോ അങ്ങനെയൊന്നും അല്ല എന്ന് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ കിട്ടിയ ഗ്യാപ്പല്ലേ എന്ന് കരുതി വെച്ച് പിടിച്ചു. ഇവിടെ അധികവും നീണ്ട ഇടവഴികളും 100 കണക്കിന് വർഷം പഴക്കവുമുള്ള വൻമരങ്ങളുമാണ്. എല്ലാം കൂടെ ചേർന്നപ്പോൾ ഒരു സിനിമ ലൊക്കേഷൻ പോലെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. ചുറ്റും ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ നേരെ അടുത്തൊരു എൻട്രൻസിലേക്ക് വിട്ടു. ഇവിടെ കയറിയപ്പോൾ തന്നെ ഈ മരങ്ങൾക്കും ചെടികൾക്കും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയുള്ളതുപോലെ തോന്നിയായിരുന്നേ. പച്ച നിറത്തിലുള്ള കാർപ്പറ്റ് വിരിച്ചതുപോലെ ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഈ ഒരു മൈതാനം കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയായിരുന്നു കേട്ടോ. ചിലർ ഫാമിലി ആയിട്ട് വന്ന് സമയം ചിലവഴിക്കുന്നു, ചിലർ കുട്ടികളുമായിട്ട് വന്ന് കളികളും ചിരികളുമായിട്ട് നടക്കുന്നു, ചിലർ വെറുതെ റിലാക്സ് ചെയ്യാൻ വരുന്നു. പിന്നെ കൂടുതലും കപ്പിൾസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങും. ചെരുപ്പിടാതെ ഈ പുൽപ്പുറത്തുകൂടി ഇങ്ങനെ നടക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നേ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെയുള്ള മരങ്ങൾ മുഴുവനും ചുറ്റി നടന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ റിലാക്സ്ഡ് ആയിട്ടിരുന്നു. നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. ഈ ഒരു മരത്തിൻ്റെ കീഴിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് അതും അങ്ങ് ക്യാപ്ചർ ചെയ്തു. അയ്യോ ഇവൻ ആള് വില്ലനാണ് കേട്ടോ. ഇവൻ്റെ പുറകെ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് പാടുവിട്ടു. അങ്ങനെ അവിടെ നിന്നും തിരിച്ചപ്പോഴേക്കും 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാൾക്കും നല്ല വിശന്ന് കേട്ടോ. അങ്ങനെ അടുത്തുള്ള എംപയർ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് 2 ബിരിയാണി ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ചു. ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ചർച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സെന്റ് ആന്റണീസ് ചർച്ചിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരു 3 മണിയൊക്കെ കഴിയുമ്പോഴായിരുന്നു ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈവനിങ് പ്രെയർ നടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ പ്രസംഗമൊക്കെ കുറച്ച് കേൾക്കാൻ കഴിഞ്ഞു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്നും ഇറങ്ങി. ഇനി നേരെ റൂമിലേക്ക്. ആദ്യത്തെ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ കുറേ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാവും, ക്ഷമിക്കണേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.